നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ശ്യാം. AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ആണ്. നമ്മുടെ ആശുപത്രിയിൽ ഇപ്പോൾ 1 വർഷത്തോളമായി സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം ആരംഭിച്ചിട്ട്. ഇപ്പോൾ നമ്മളിവിടെ പ്രധാനമായും നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ അഡൾട്ട് സൈക്കാട്രി, ജെറിയാട്രിക് സൈക്കാട്രി, ചൈൽഡ് സൈക്കാട്രി, പിന്നെ അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സൈക്കാട്രിയുമാണ്. അപ്പോൾ നമുക്കറിയാം, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 100-ൽ 25 പേർക്ക്, അതായത് 25% ആളുകൾക്ക് നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നതാണ്. സോ നമ്മുടെ ഈ സമൂഹത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം, ആൻസൈറ്റി ഡിസോർഡേഴ്സ് അഥവാ ഉത്കണ്ഠ രോഗം, പിന്നെ അതുപോലെ തന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ നിർബന്ധിത പീഡിത രോഗം, പിന്നെ നമ്മൾ വളരെയധികം ആയി കണ്ടുവരുന്ന ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം, ഇവയൊക്കെയാണ്. അതുമാത്രമല്ല, ചില ആളുകളിൽ, അതായത് ചില ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകൾക്ക്, ഉദാഹരണത്തിന് പ്രായമായവരിൽ കണ്ടുവരുന്ന ഡിമെൻഷ്യ എന്ന് പറയുന്ന മറവി രോഗവും പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന മറ്റു സ്വഭാവ വ്യത്യാസങ്ങൾക്കും നമ്മൾ കണ്ടുവരാറുണ്ട്. സോ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം നമ്മളിവിടെ 1 വർഷത്തിലധികമായി നല്ല രീതിയിലുള്ള ചികിത്സ നൽകി വരുന്നുണ്ട്. സോ നമുക്കറിയാം, സൈക്കാട്രി രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഒരു സ്റ്റിഗ്മയും അതേ തുടർന്ന് കുറേയധികം മിഥ്യാധാരണകളും ഇപ്പോഴും നിലവിലുണ്ട്. അതിൽ കൂടുതലും കണ്ടുവരുന്നത് ഈ മരുന്നുകളുടെ ഉപയോഗം, അതായത് സൈക്കാട്രി മരുന്നുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തളർത്തുന്ന മരുന്നുകളാണെന്നും അതുമാത്രമല്ല ഈ ഒരു മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ ഇടയിലുള്ള, അതായത് സമൂഹത്തിലുള്ള മിഥ്യാധാരണകൾ. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തെറ്റാണ്. നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള മാനസികപരമായ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം നേടേണ്ടത് അത്യാവശ്യമാണ്. അതിന് നമുക്കിവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമസ്കാരം.